ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. ചേട്ടന്റെ സംശയം ഈ ബിനീഷ് ബാസിന് പാട്ട് എഴുതി കൊടുക്കാറുണ്ടോ? ഇപ്പൊ പറയണേ. നീ ബിനീഷിനെ പറഞ്ഞു വിട്ടാ മതി. അതാ പറഞ്ഞേ, ബിനീഷ് ബാസിന് പാട്ട് എഴുതി കൊടുക്കുന്ന ഇവനാണ്. കള്ളകളെല്ലാം പൊളിഞ്ഞടങ്ങി. ടീമിന്റെ പിന്നിൽ ഒരു പ്രൊഫഷണൽ ഉണ്ട് എന്ന് പറയാറുണ്ട്. നീ ബിനീഷിനെ പറഞ്ഞു വിട്ടാ മതി. ഞാൻ അറിയൂല. മനസ്സിലായി. പെർഫോമൻസ് ഇവിടെ തീരുന്നില്ല. നെൽസന്റെ ടീമിൽ നിന്ന് 2 പേരെ വേണം. കുട്ടികളുടെ സ്കിറ്റല്ലായിരുന്നു. ഇനി ഇവരുടെ കുട്ടിത്തം പെർഫോമൻസ് ആണ് ഇനി നമുക്ക് കാണുന്നത്. ഇവരുടെ കൂടെ ഇവരുടെ കുട്ടിത്തം കാണാം. ഒറിജിനലിന്റെ കൂടെ ഇവരുടെ കുട്ടിത്തം. ഓക്കെ. ഒരു 45 വയസ്സുള്ള ചെറുപ്പക്കാരൻ നിന്ന് കാണിക്കുന്നത് കണ്ടോ? ഇല്ല, ഇത് കോമഡി അല്ല, അണപ്പ്. പിള്ളേരുടെ അനുഗ്രഹം വാങ്ങിച്ചിറങ്ങിക്കോളാൻ. ഈ ചോട്ടാസിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് 100% ഉറപ്പാണ്. വീണ്ടും ഇവരെ നമ്മുടെ സി കേരളത്തിന്റെ സൂപ്പർ ഷോന്റെ വേദിയിൽ വീണ്ടും കാണാം വേറൊരു ഇടിവെട്ട പെർഫോമൻസുമായിട്ട്. അതുവരെ ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കണ്ടിടല്ലേ. താങ്ക് യു. തുഷാറേ, കട്ടിലെ കിടന്ന് നീ എങ്ങനെ താഴെ കിടക്കുന്നത്? ഞങ്ങള് സ്വപ്നത്തിൽ കൊക്കെ വീണു. സ്വപ്നത്തിൽ കിടന്ന് ഉള്ളല്ലേ? നീ ജീവിതത്തോട് ഉള്ള നോക്ക്. എത്ര നാളുകൊണ്ട് ഞാൻ കഞ്ഞിയും കറിയും വെച്ചിരുന്നത്. നീ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് പാടാ. അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛൻ പോയി കല്യാണം കഴിക്കും, എനിക്ക് കല്യാണം കഴിക്കാം. എന്താ നീ പറഞ്ഞു? അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛൻ പോയി കല്യാണം കഴിക്കും, എനിക്ക് കല്യാണം കഴിക്കാനൊന്നും വയ്യുന്നു. ഞാൻ പോയി കല്യാണം കഴിക്കും. പയ്യന്മാരുമായിട്ട് കിട്ടില്ല, പിന്നെയാണ് അച്ഛൻ പോയിട്ട്. ഞാൻ പോയി കെട്ടിക്കൊണ്ട് വരും. അന്നേരം എന്നെ കണാ കൊണാന്ന് പറയരുത്. അച്ഛൻ പോയി കെട്ടിക്കൊണ്ടോ, അപ്പൊ ഞാൻ പറയാം. കെട്ടിക്കൊണ്ട് നോക്കട്ടെ. പിന്നെ അങ്ങോട്ട് എല്ലാവരും എവിടെ പോകുന്നു ചോദിക്കുന്നില്ലേ? എവിടെ പോണ അച്ഛൻ? ഞാൻ എന്റെ പാട്ടിന് പോകുന്നു. അച്ഛൻ പാട്ടിന് പോണ? എന്നാലേ ഞാൻ ഡാൻസിന് പോണം. അച്ഛൻ ഫ്രഷ് കൗണ്ടർ. അടിപൊളിയാണ്. കെട്ടിക്കൊണ്ട് ഇവിടെ തന്നെ വരുമല്ലോ, എടുക്കുന്നത് കാണണം. മീനാക്ഷി, മീനൂട്ടി, എന്ന് മുതല്? ഇന്ന് മുതല് വിളിക്കാം. മീനു, എന്താ ഇത്? നാണം കൊണ്ട് കളം വരച്ചതാ. ടച്ച് വിട്ടുപോയി. ഇത് ടച്ച് വിട്ടുപോയതല്ല, ജോയിന്റ് വിട്ടുപോയതാണ്. ചെറുപ്പത്തിലെ 5 വിരല് കൊണ്ടും വരയ്ക്കുമായിരുന്നു. ഇപ്പൊ ഒരു വിരല് പോലും പറ്റുന്നില്ല അല്ലേ? കളം വരപ്പും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? ഒരു ഇച്ചിരി കുറയ്ക്കാവോ? എന്താ? ഒരു പൊടിക്കൂടെ? എന്താ? ഈ വീട്ടില് ഒരു പെണ്ണില്ല. ഞാൻ പെണ്ണാ? കാണണോ? ആധാർ കാർഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ മോനോടൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മീനാക്ഷിയെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഓ, സമ്മതിച്ച്. എന്റെ മീനു ഇന്നു മുതൽ ഒരമ്മയാണ്. ഓ, ഞാൻ എന്ത് ഭാഗ്യവതിയാ. അതെന്താ? ആദ്യരാത്രിക്ക് മുമ്പേ അമ്മയായി. ഞാൻ പറഞ്ഞൊന്നും തലയിലോട്ട് കേറിയില്ലെന്നാ തോന്നുന്നത്. എന്റെ മീനാക്ഷി, എടി, നീ ഇന്നു മുതൽ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ മോന്റെ അമ്മ കൂടിയാണെന്ന്. ചന്ദ്രേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഒരു പൊടിക്ക് കുറയ്ക്കാവോ? ചന്ദ്രേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ലേശം കൂടെ. എടോ, താൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കുമല്ലോ. ബെഡ്റൂം കണ്ടായിരുന്നോ? ഇല്ല. എവിടാ? ഞാൻ റൂം അടച്ചില്ല. നീ ആദ്യം പിടിച്ചി, കട്ടിലെ പിന്നിരിക്കാൻ പിടിച്ചി.
വിട് 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 പെണ്ണിന് ഭ്രാന്ത്. ഇവിടെ വാ. തുഷു തുഷ. തുഷാറിനെ ഞാൻ ഇനി തുഷു എന്നേ വിളിക്കൂ. ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ അക്ഷരവും ചേർത്തത് നന്നായി. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കൂടെ ചേർത്തിരുന്നെങ്കിലാ. ചേർത്തിരുന്നെങ്കിൽ തൂ. അച്ഛൻ എന്റെ കൂടെ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാനാണ്. പക്ഷെ വീട്ടിലെത്തിയപ്പോ ഒരു ടെൻഷൻ. എന്തൊരു ടെൻഷൻ? അങ്കിളല്ലേ പറഞ്ഞത് ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോണ്ട് വരാൻ. പിന്നെ എന്തൊരു ടെൻഷൻ അടിക്കണം? അങ്കിളിന് ഒരു സർപ്രൈസ് കൊടുക്കാം. വിളി അങ്കിളിനെ. കുഴപ്പമില്ലല്ലേ? ഓ വിളി. അച്ഛാ. പ്ലന്തോ പ്ലന്തോന്നാ? മോൻ വന്നിട്ടുണ്ട്. ഓക്കെ, കട്ടയ്ക്ക് കൊടുക്കുന്നു. കർക്കശക്കാരനായ ഒരു അച്ഛനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. വരൂ. മോനെ തുഷാറേ, എന്താച്ചാ? നിന്നോടൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞ നീ കല്യാണം കഴിക്കത്തില്ല. ഇല്ല. അതുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് അച്ഛൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടടേ. കട്ടിലിന്റെ കാല് ചെതലെടുത്ത അച്ഛാ സർപ്രൈസിന്. ഈ പുല്ലങ്ങോട്ട് പോയി. കണ്ടടേ. കളം വരക്കരുത് മോനാ, മോനാ. അച്ഛാ. അമ്മ. ഞാന് ഒരു ഒരു ഇന്നസെന്റോ? ആരാന്ന്? സംഗീത. അങ്കിളും ആന്റി സൂപ്പർ ആയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മാരേജ് ആയിരുന്നു. ഇന്ന് എന്റെ തുഷുവിന്റെ മാരേജ് ആയിരുന്നു. അല്ലേ തുഷു? സുഷു. തുഷാർ. അച്ഛൻ ഒരുമാതിരി അച്ഛനാണ്. പരിപാടിയായി പോയച്ചാ. കണ്ണി കണ്ട പെണ്ണുങ്ങളെ വിളിച്ച് മുമ്പ് കൊണ്ടുവരുത്തിട്ട് അമ്മയെന്ന് വിളിക്കണം. ഞാൻ എനിക്കെന്നമ്മ ഞാൻ അമ്മയെന്ന് വിളിക്കും. കണ്ണി കണ്ടതോടാ 3 വീടിന്റെ അപ്പുറത്ത് നിന്റെ കുഞ്ഞുനാള് പോറ്റി കാണുന്നതാണ് മീനാക്ഷിയെ. ആ മീനാക്ഷിയെ നീ കണ്ടിട്ടില്ലടാ? ഞാൻ കണ്ടിട്ടില്ല. നീ താഴെ നിന്ന് നോക്കി, നീ പരിപ്പുറത്ത് കയറി നോക്കണമായിരുന്നു. ഓഹോ, അപ്പൊ അതാണ് രാവിലെ വൈകിട്ട് യോഗ ചെയ്യാനെന്നും പറഞ്ഞോണ്ട് കുതിരപ്പുറത്ത് കയറിയിട്ട് മറ്റേ എന്താ കരക്കകത്ത് കയറിയിട്ട് മറ്റേ വീടിന്റെ കടപ്പുറത്ത്. മലപ്പുറത്ത്. എടാ പോങ്ങ, പെരപ്പുറത്ത്. പെരപ്പുറത്ത് കയറിയിട്ട് യോഗ എന്ന് പറഞ്ഞിട്ട് ഈ യോഗ വരുന്നല്ലേ? ഞാൻ എന്റെ വീട്ടിൽ യോഗയെയും ചെയ്യാണ്ടിരിക്കും. ഇത് ചോദിക്കാൻ നീ ആരാ? എടാ നീ ഈ കുഷുവിനെ എവിടെയെങ്കിലും കൊണ്ട് വിളിച്ച് എവിടെ അവിടെ കൊണ്ട് കളടാ. ഈ കാര്യത്തിൽ തർക്കം വേണ്ട. കാണിക്കല്ലേ? അങ്ങോട്ട് മാറിയില്ലേ? അതെ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഞങ്ങളുടെ ഫോട്ടോ എന്റെ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് റീൽസ് ഇട്ട് എല്ലാം ചെയ്ത് എന്റെ തേച്ചിട്ട് പോയ കാമ്പന് കൊളാൻ പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നാട്ടുകാർ മൊത്തം പറഞ്ഞു ഞാൻ അവളെ കൂടെ കോളാവ് ചെയ്ത്. കൈ വളരുന്നോ കാല് വളരുന്നോ ഒന്ന് നോക്കി വളർത്തിയവനാ. അവൻ ഇഷ്ടമുള്ളൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. പോട്ടെ, അത് സഹിക്കാം. അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കിട്ടും കൊളാബി ചെയ്തെന്ന്. അതും സഹിക്കാം. ഒരു തന്തയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നയാണോ? അതും കർക്കശക്കാരനായ ഒരച്ഛൻ. അച്ഛൻ ഇതെന്തോന്ന് അറിഞ്ഞിട്ടാ? എല്ലാം അറിയാനുള്ള പ്രായം എനിക്കുണ്ടറാ. ഈ കൊളാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവളെ കൂടെ കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞ് ഇവളൊരു ഫോട്ടോ എടുത്തിട്ട് അവളെ കൂട്ടുകാരിയൊക്കെ എല്ലാം അയച്ചു കൊടുക്കും. അപ്പൊ അവരെല്ലാം കൂടെ ഷെയർ ചെയ്യും. അതാണ് കൊളാബ്. അതാണ്. ഞാൻ അന്നേരം പറഞ്ഞില്ലേ? പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ അമ്മയ്ക്ക് എനിക്ക് കൂടെ അവകാശമുള്ളൊരു വീട്ടില് ഈ സ്ത്രീയെ കൊണ്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും അങ്ങനെ കൂടെ വീട്ടിൽ താമസിക്കും. എവിടെ കിടന്ന് താമസിക്കാം? ഒറ്റ മുറിയേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഒരു ബാത്റൂമേ ഉള്ളൂ. ഒരു കട്ടിലുള്ള കാര്യം അറിയാം നിനക്ക്? ഇത്രയും കാര്യം അറിഞ്ഞു വെച്ചിട്ട് ഈ സ്ത്രീയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടാച്ചാ? ഈ സ്ത്രീയെ വിളിച്ചോണ്ടാണ്. എന്നാ ഈ വീട്ടില് ഞാൻ എവളും തമ്മിലായിരിക്കും ആദ്യ രാത്രി. എന്നാ ഞാനൊരു കാര്യം പറയാം, എന്റെ അമ്മയ്ക്കൂടെ അവകാശമുള്ള ഈ വീട്ടിൽ ഒരു കട്ടിലുണ്ടെങ്കിൽ ആ കട്ടിൽ ഞാനും അങ്കിതയും കൂടെ ആദ്യ രാത്രി നടത്തും. എടാ ഒരു മക്കളുടെ കടമ ആദ്യം ചെയ്യടാ. ഒരു മക്കളുടെ വാദം പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, അപ്പൊ അവർക്കൊരു പരിഗണന കൊടുക്കണ്ടേ? അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു. അച്ഛന്റെ ആദ്യ രാത്രി ഞാൻ വന്ന ഒരു പെണ്ണും കെട്ടിക്കൊണ്ട് അന്ന് നീ ശല്യം ചെയ്യായിരുന്നോണ്ടാ ഇന്ന് നീ ഇവിടെ സംസാരിക്കുന്നു. ശരിയാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ കട്ടിൽ നിന്ന് ഞങ്ങൾ ആദ്യ രാത്രി അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കൂല. രണ്ട് കൽപ്പിച്ച് കുടുംബത്ത് കിടന്ന് ജീവിക്കാൻ ഇവിടെ നാട്ടുകാർക്കാണ് നോക്കട്ടെ. നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് നേതാവ് നാളെ രാജാവ്. ഞങ്ങൾക്ക് നാട്ടുകാർക്കാണ് തുടങ്ങട്ടെ.
നാട്ടുകാർ ഇവിടെ കിടന്നാ ഓർക്കുന്നത്. ഞാൻ മെമ്പർ പറയുന്ന ഒരു കാര്യം കേൾക്കണം. അതായത് ഈ അച്ഛൻ എന്നെ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അവസാനം ഒരു കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോ അച്ഛൻ അതേ ദിവസം വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നേ. അവൻ അനവസരത്തിൽ, ഞാൻ അവസരത്തിൽ കിട്ടി. എന്നിട്ട് ഇവിടെ ഒരു മുറി, ഒരു കട്ടിലേ ഉള്ളൂ. ആ കട്ടിൽ ആരാതിരാത്രി നടത്തുമെന്നുള്ള ചർച്ചയും വഴക്കുമാണ് ഇവിടെ നടക്കുന്നത്. ചർച്ചയല്ല, മത്സരം. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അടുത്ത പ്രാവശ്യം തോക്കും. രണ്ട് ടീമും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കേൾക്കാം. ഇതിനൊരു തീരുമാനം മെമ്പർ ആലോചിച്ചിട്ട് ഒറ്റ തീരുമാനമേ ഉള്ളൂ. രണ്ട് ടീമിന്റെ ക്യാപ്റ്റൻ വരൂ. നീ എവിടെ നിന്നോ? ഹെഡ്, തല, ടെയില്, വാല്. റെഡി? വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി. 1 2 3. ഞാനെന്നാ പൊക്കോട്ടെ. ഇനിയിപ്പോ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു തകർന്നു. രണ്ട് ടീം നിപ്പോണ്ട്. ഞാൻ ഇനി എന്താ അഭിപ്രായം പറയാനാ നീ പറയുന്നത്? എന്നാലും നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോകരുത്. സാധാരണ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പോൾ മഴ പെയ്താൽ എന്താണ് ചെയ്യാറുള്ളത്? ക്രിക്കറ്റ് കളി മാറ്റി വെക്കും. അതേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. മാറ്റി വെക്കുക. ആ, ഈ ആദ്യരാത്രിയുടെ സ്കിറ്റ് എന്താ പറയണ്ടേ? എനിക്കറിഞ്ഞൂടെ. ഏറ്റവും കൂടുതൽ ചിരിച്ചത് മീൻ നവീചാണെന്ന് എനിക്കറിയാം. ഒന്നും പറയാനില്ല. ഞാൻ ഈ അടുത്തിടയിൽ കണ്ടതിൽ ഏറ്റവും ഗംഭീര സ്കിറ്റ്. ലാസ്റ്റ് ടോസ് എടുത്ത സമയത്ത് രണ്ട് ടീമും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കേൾക്കാം. ഇതിനൊരു തീരുമാനം മെമ്പർ ആലോചിച്ചിട്ട് ഒറ്റ തീരുമാനമേ ഉള്ളൂ. രണ്ട് ടീമിന്റെ ക്യാപ്റ്റൻ വരൂ. നീ എവിടെ നിന്നോ? ഹെഡ്, തല, ടെയില്, വാല്. റെഡി? Toss time. India, Pakistan, Asia Cup, round 2, Dubai. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി. 1 2 3.